വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി വരികയാണ്. കെ ഫോണിൽ പുതിയ ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നു. ആരായിരുന്നു കെ ഫോൺ ചെയർമാൻ എന്നാണ് സ്വപ്നയുടെ ചോദ്യം. മുഖ്യമന്ത്രിയോടാണ് സ്വപ്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങളുമായി സ്വപ്ന രംഗത്ത് വരുന്നു. കെ ഫോണിൽ വിവിധങ്ങളായ ആരോപണങ്ങളാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ ഭാഗത്ത് വരുന്നത്. നമുക്കറിയാം, കെ ഫോണുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആരോപണം സ്വപ്ന സുരേഷിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. കെ ഫോണിൽ സ്വപ്ന പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരാണ് കെ ഫോൺ ചെയർമാൻ എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഇപ്പോൾ സ്വപ്ന മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുന്നു. ഹു വാസ് ദ ചെയർമാൻ? $1 million ക്വസ്റ്റ്യൻ എന്നാണ് സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മൈ എക്സ് ഹസ്ബൻഡ് ജയശങ്കർ വാസ് ഓൾസോ എംപ്ലോയിഡ് ആസ് ലോജിസ്റ്റിക്സ് മാനേജർ. മിസ്റ്റർ വിനോദ് വാസ് ഓൾസോ എംപ്ലോയിഡ് ബൈ PwC ഫോർ കെ ഫോൺ ലൈക്ക് മീ. ഹു ഈസ് വിനോദ്? മിസ്റ്റർ VS ശിവകുമാർ, കോൺഗ്രസ് കസിൻ ഈസ് വാട്ട് ഹി ടോൾഡ് മീ. ബി എംപ്ലോയിഡ് ഓഫ് PwC ബൈ ഹോണറബിൾ CM എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റായി സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്നത്. ഹോണറബിൾ CM, പ്ലീസ് ഓപ്പൺ അപ്പ് അറ്റ്ലീസ്റ്റ് നൗ റാദർ ദാൻ എൻജോയിങ് ഹണിമൂൺസ് ആൻഡ് പ്രീപെയ്ഡ് ഡിന്നർ നൈറ്റ്സ് അറ്റ് ബെല്ലി ഡാൻസ് സ്പോൺസേർഡ് ബൈ അവർ ഹോണറബിൾ കേരള CM. ഇത്തരത്തിൽ മർമ്മപ്രധാനമായ ചോദ്യങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഹു വാസ് ദ ചെയർമാൻ? $1 million ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോൾ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കെ ഫോണുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ സ്വപ്ന സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്താണ് സ്വപ്ന ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരമായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടി കെ ഫോൺ സർക്കാർ കൊണ്ടുവരുന്നു. പക്ഷേ പ്രതിപക്ഷമടക്കം അതിൽ ചൈനീസ് കേബിൾ എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആദ്യഘട്ടം മുതൽ സ്വപ്ന ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആ തരത്തിൽ മുന്നോട്ട് വരുന്ന സാഹചര്യം കൂടി നമ്മൾ കാണണം. ഇത്തരത്തിൽ വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്വപ്ന ഉന്നയിക്കുന്നത്. ആരായിരുന്നു കെ ഫോൺ ചെയർമാൻ? ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിൽ സ്വപ്ന സുരേഷ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ആരായിരുന്നു കെ ഫോൺ ചെയർമാൻ? മുഖ്യമന്ത്രിയോടാണ് സ്വപ്ന ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. കെ ഫോണിൽ നിരവധി ആരോപണങ്ങൾ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഉണ്ടായേക്കാം വരും ദിവസങ്ങളിൽ എന്ന് നമ്മൾ കരുതണം. കെ ഫോൺ ചെയർമാൻ, കെ ഫോണിൽ ആരോപണങ്ങൾ സ്വപ്ന ഉന്നയിക്കുന്നു. ആരായിരുന്നു കെ ഫോൺ ചെയർമാൻ എന്നാണ് സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഹു വാസ് ദ ചെയർമാൻ എന്നുള്ളതാണ്. നമുക്കറിയാം, സർക്കാരിനെ വലിയതോതിൽ പ്രതിസന്ധിയിലാക്കിയ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും പല ആരോപണങ്ങൾക്കും സർക്കാർ മറുപടി ഇല്ലാതാവുകയും ചെയ്ത പശ്ചാത്തലം നമുക്കറിയാം. സ്വപ്ന സുരേഷ് ടെലിഫോൺ ലൈനുണ്ട്. സ്വപ്ന, ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എന്താണ് സ്വപ്ന ഉദ്ദേശിക്കുന്നത്? കെ ഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന നിരവധി ആരോപണങ്ങളുണ്ട്. ഒപ്പം സ്വപ്ന സുരേഷ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പല പത്രസമ്മേളനത്തില് കെ ഫോൺ മുതൽ പല കാര്യങ്ങൾ, കേരളയിലായാലും കെ ഫോൺ ആയാലും ഒരുപാട് കാര്യങ്ങളില് ഐ ഓൾറെഡി സ്പോക്ക് ടു എവ്രി വൺ. വെൽ, കെ ഫോൺ ഐ വിൽ സ്പെസിഫിക്കലി സേ ബിക്കോസ് മൈ എക്സ് ഹസ്ബൻഡ് Jayashankar Shankara Narayana Pillai, who hails from Kollam, was appointed by Shivashankar sir as a logistics manager, work from home, who would be getting a salary of 35,000 rupees. When I went to KSITIL on behalf of PwC and Vision Technology to work for Space Park, I had a colleague from Vision Technology, which was Mr. Vinod from Edapalani, and he happened to tell me that he is supposed to be the cousin for Shivakumar, then MLA for Congress. So we both were working for Vision Technology. We don't even have a clue ee Vision Technology endananu, but PwC had appointed us on the word of Shivashankar sir with the consent of
പിണറായി വിജയൻ സാർ. സോ കെ ഫോൺ മൊത്തം തട്ടിപ്പാണെന്നും അതിന്റെ കേബിൾസ് വരുമ്പോഴത്തേക്കും അത് സ്റ്റോർ ചെയ്യാൻ പലയിടത്തും അതിന് നുക്സ് വേണം, അതിന് സ്റ്റോറേജ് വേണം എന്നും പറഞ്ഞ് ശിവശങ്കർ സർ സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ബിൽഡർ ആയ സന്തോഷ് ഈപ്പന് എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുന്ന ചാറ്റ്സ് അടക്കം എന്റെ കയ്യിലുണ്ട്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ഓൾറെഡി സെഡ് ദിസ്. ഇതൊരു പുതിയ വാർത്തയല്ല, ഞാൻ ഓൾറെഡി ഇത് പല പ്രാവശ്യവും മാധ്യമങ്ങളിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് കെ ഫോൺ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ആരും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. സോ ഐ തോട്ട് നൗ വെൻ കെ ഫോൺ ഇസ് കമ്മിങ് ഇൻ ടു പിക്ചർ, ഐ ഷുഡ് റിമൈൻഡ് the people of Kerala once more that everything is done by the Honorable Chief Minister and every paddhati by them, avarude sarkar irikkunna samayathu every paddhati should be named after K Veena, K Vijayan, K Phone, K Rail, K Space Park, everything. Smuggling mudal angattam vareyulla ellathinum partners in crime. And K Phone Paddhathiyil Jayashankar Shankaranarayana Pillai hailing from Chandanathope. He was employed. He was getting salary from SRIT. And recently I happened to meet one of the gentlemen from SRIT, and he was telling me that he was taken for a complete ride by the Kerala government. He is based out of Bangalore. I would not like to take his name without his permission. So ഇതാണ് കെ ഫോൺ. കെ ഫോൺ എന്ന തട്ടിപ്പ് തുടക്കം മുതലേ തട്ടിപ്പ് തന്നെയായിരുന്നു. എന്റെ ഭർത്താവായിരുന്ന ജയശങ്കർ അതിന്റെ ഭാഗമായിരുന്നു. ശിവശങ്കർ സാർ അതിന്റെ ചെയർമാനായിരുന്നു. എല്ലാം ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പിണറായി വിജയൻ സാറിന്റെ അറിവോടെ നടന്നതാണ്. കോടികളുടെ അഴിമതി ഇതിലുമുണ്ട്. താങ്ക് യു. അല്ല, ഈ ഇത്തരത്തിൽ ഈ SRIT കമ്പനി അടക്കം ഇപ്പോൾ ഒരുപാട് വിവാദമായ പദ്ധതികൾക്ക് പിന്നിലുള്ള കമ്പനിയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇടപാടുകളിലും ഇത്തരം കമ്പനികൾ ബിനാമികളായി പ്രവർത്തിക്കുന്നെന്നാണോ സ്വപ്ന പറയുന്നത്? SRITയും ബെല്ലും എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനീസിന്റെ മീറ്റിംഗ്സും ഞാനിരിക്കുന്ന ഫ്ലോറിൽ KSITIL ജയശങ്കർ എന്ന് പറയുന്ന MDയുടെ മുന്നിൽ വെച്ചാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ വിനോദ് അവിടുത്തെ പാളിച്ചകളെല്ലാം വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. വിനോദിന് സമയത്ത് വിഷൻ ടെക്നോളജിന്ന് ശമ്പളം കിട്ടാതെ വരുമ്പോൾ he used to come and complain to me because he was the only employee of Vision Technology on behalf of K Phone. അന്നേരം തുടങ്ങിയില്ലെന്നെങ്കിലും പറയായിരുന്നു. പക്ഷെ ഈ വിനോദിനെ പിടിച്ച് ചോദ്യം ചെയ്യുകയോ, അഫ്കോഴ്സ് ഇവരുടെ അന്വേഷണ ഏജൻസികൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെത് പിണറായി വിജയൻ എന്ന് പറയുന്ന സാറിൻ്റെതാണല്ലോ. അതുകൊണ്ട് ജയശങ്കർ ശങ്കരനാരായണ പിള്ളை എന്ന് പറയുന്ന എന്റെ മകന്റെ അച്ഛനെയോ അല്ലെങ്കിൽ വിനോദിനെയോ അല്ലെങ്കിൽ SRITയിലെ പല ഉന്നതരെയോ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അവരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പൊസിഷൻ എന്താണ്, അവരെത്രത്തോളം ആപത്തിലാണ്, എത്രത്തോളം ചതിക്കപ്പെട്ടു എന്നെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. അല്ല സ്വപ്ന, ഈ ഇത്തരത്തിൽ ഒരു കമ്പനി തന്നെ ഈ എല്ലാ സർക്കാർ കരാറുകളിലേക്കും എത്തുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ഈ കമ്പനി തന്നെ എല്ലാ ആരോപണങ്ങൾക്ക് പിന്നിൽ ഈ കമ്പനിയുടെ സാഹചര്യം വ്യക്തിയെ ചെയർമാനായിട്ട് ഇരുത്തിക്കൊണ്ട് ഓണറബിൾ ചീഫ് പദ്ധതിയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുമ്പോ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ശിവശങ്കർ സാർ എന്തിനൊക്കെ ഉത്തരവാദിയാണെന്ന് ഇനിയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അന്വേഷണ ഏജൻസികൾ? എനിവേ, ഐ ഹാവ് നത്തിങ് ടു കമന്റ് ഓൺ ദാറ്റ് ബിക്കോസ് എന്തായാലും കെ ഫോൺ എന്ന് പറഞ്ഞ പദ്ധതിയും പ്രതിയല്ല. അതുകൊണ്ട് വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതെന്റെ വിഷയമല്ല. പക്ഷെ ഇത്രയൊക്കെ കേട്ടപ്പോ ഐ തോട്ട് ഐ ഷുഡ് പുട്ട് ഇൻ മൈ വേർഡ്. താങ്ക് യു വെരി മച്ച്. ഐ ആം ഡിസ്കണക്ടിംഗ് ദ ലൈൻ. അല്ല സ്വപ്ന ഒരു ചോദ്യം കൂടി. സ്വപ്ന സുരേഷാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും കെ ഫോണുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ സ്വപ്ന ഉന്നയിക്കുന്നു എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. സ്വപ്നയുടെ മുൻ ഭർത്താവ് ആയ കൃഷ്ണകുമാർ അടക്കം ഈ വിഷയത്തിൽ പങ്കാളികളാണ്. കൃഷ്ണകുമാറിനെതിരെയും സ്വപ്ന സംസാരിച്ച് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഹു വാസ് ദ ചെയർമാൻ? അതൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ് എന്ന് സ്വപ്ന ഏതാണ്ട് അരമണിക്കൂർ മുൻപിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മൈ എക്സ് ഹസ്ബൻഡ് ജയശങ്കർ വാസ് ഓൾസോ എംപ്ലോയിഡ് ആസ് ലോജിസ്റ്റിക്സ് മാനേജർ എന്നുള്ളതാണ് സ്വപ്ന ഈ പോസ്റ്റിലൂടെ പറയുന്നത്. മിസ്റ്റർ വിനോദ് വാസ് ഓൾസോ എംപ്ലോയിഡ് ബൈ PwC ഫോർ കെഫോൺ ലൈക്ക് മീ. ഹു ഈസ് വിനോദ്? മിസ്റ്റർ VS ശിവകുമാർ, കോൺഗ്രസ്, അതായത് VS ശിവകുമാർ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്ത മുൻമന്ത്രി VS ശിവകുമാറിൻ്റെ കസിൻ ഈസ് വാട്ട് ഹി ടോൾഡ് മീ എന്നുള്ളതാണ്. വി എംപ്ലോയിഡ് ഓഫ് PwC ബൈ ഹോണറബിൾ CM. ഐ ഹാവ് ഓൾറെഡി റേസ് ദ ഇഷ്യൂ. വിവിധ വാർത്താ സമ്മേളനങ്ങളിൽ താൻ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹോണറബിൾ CM, please open up at least now rather than enjoying honeymoons and prepaid dinner nights and belly dance എന്നുള്ളതാണ് സ്വപ്ന ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. കെഫോൺ ഇടപാടുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും സ്വപ്ന സുരേഷ് ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ആരായിരുന്നു കെഫോൺ ചെയർമാൻ എന്ന ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നു. താൻ ആദ്യമായല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അന്ന് കെഫോൺ ചർച്ചാ വിഷയമായിരുന്നില്ല. ഇപ്പോൾ കെഫോണുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ വരുന്ന പശ്ചാത്തലത്തിലാണ് താൻ വീണ്ടും ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നും പറയുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. കാരണം എല്ലാ ഇടപാടുകൾക്ക് പിന്നിലും SRIT എന്ന സ്ഥാപനമുണ്ട്. ഒപ്പം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടി ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിലാണ് സ്വപ്ന സുരേഷിൻ്റെയും വെളിപ്പെടുത്തൽ. ഒരു കമ്പനി തന്നെ എങ്ങനെ ഇത്തരം ആരോപണങ്ങളിൽ പെടുന്നു, എല്ലാ ഇടപാടുകൾക്ക് പിന്നിൽ എങ്ങനെ വരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം. ഒപ്പം PwC ആണ്. വിനോദ് വാസ് ആൾസോ എംപ്ലോയ്ഡ് ബൈ PwC ഫോർ കെഫോൺ. PwCയും നമുക്കറിയാം നേരത്തെ ആരോപണ വിധേയമായ കമ്പനി തന്നെയാണ്. ഈ ചോദ്യങ്ങളാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. കെഫോണിലടക്കം സ്വപ്നയുടെ വലിയ ആരോപണങ്ങൾ വീണ്ടും വരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. കൂടുതൽ ആരോപണങ്ങൾ സ്വപ്നയുടെ ഭാഗത്ത് വന്നേക്കാം. ഇന്ന് പ്രതിപക്ഷ നേതാവടക്കം ഈ കെഫോണിലെ കേബിളിംഗുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്ത് കെഫോണിനെതിരെ സമരരംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനമടക്കം പ്രതിപക്ഷം ബഹിഷ്കരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. സ്വപ്നയുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. സ്വപ്ന സുരേഷ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പല പത്രസമ്മേളനത്തിൽ കെഫോൺ മുതൽ പല കാര്യങ്ങളും കെയറയിലായാലും കെഫോൺ ആയാലും ഒരുപാട് കാര്യങ്ങളിൽ ഐ ഓൾറെഡി സ്പോക്ക് ടു എവ്രി വൺ. വെൽ, കെഫോൺ ഐ വിൽ സ്പെസിഫിക്കലി സേ ബിക്കോസ് മൈ എക്സ് ഹസ്ബൻഡ് ജയശങ്കർ ശങ്കരനാരായണ പിള്ളை who hails from Kollam was appointed by Shivashankar sir as a logistics manager, work from home, who would be getting a salary of 35,000 rupees. When I went to KSITIL on behalf of PwC and Vision Technology to work for Safe Park, I had a colleague from Vision Technology, which was Mr. Vinod from Edaparini, and he happened to tell me that he is supposed to be the cousin for Shivakumar, then MLA for Congress. So we both were working for Vision Technology. We don't even have a clue ee Vision Technology endannu, but PwC had appointed us on the word of Shivashankar sir with the consent of Pinarayi Vijayan sir. So കെഫോൺ മൊത്തം തട്ടിപ്പാണെന്നും അതിന്റെ കേബിൾസ് വരുമ്പോഴത്തേക്കും അത് സ്റ്റോർ ചെയ്യാൻ പലയിടത്തും അതിന് നുക്സ് വേണം, അതിന് സ്റ്റോറേജ് വേണം എന്നും പറഞ്ഞ് ശിവശങ്കർ സർ സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ബിൽഡർ ആയ സന്തോഷ് ഈപ്പന് എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുന്ന ചാറ്റ്സ് അടക്കം എന്റെ കയ്യിലുണ്ട്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ഓൾറെഡി സെഡ് ദിസ്. ഇതൊരു പുതിയ വാർത്തയല്ല. ഞാൻ ഓൾറെഡി ഇത് പല പ്രാവശ്യവും മാധ്യമങ്ങളിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അന്ന് കെ ഫോൺ ഒരു വിഷയമല്ലാത്തോണ്ട് ആരും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. So I thought now when K-Phone is coming into picture, I should remind the people of Kerala once more that everything is done by the Honorable Chief Minister and every paddhati by them, avarude sarkar irikkunna samayathu, every paddhati should be named after K. K Veena, K Vijayan, K Phone, K Rail, K Space Park, everything. Smuggling മുതൽ അങ്ങറ്റം വരെയുള്ള എല്ലാത്തിനും പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. ആൻഡ് കെ ഫോൺ പദ്ധതിയിൽ ജയശങ്കർ ശങ്കരനാരായണ പിള്ളെ ഹെയിലിംഗ് ഫ്രം ചന്ദനത്തോപ്പ്, he was employed, he was getting salary from SRIT, and recently I happened to meet one of the gentlemen from SRIT and he was telling me that he was taken for a complete ride by the Kerala government. He's based out of Bangalore. I would not like to take his name without his permission. So, ഇതാണ് കെ ഫോൺ. കെ ഫോൺ എന്ന തട്ടിപ്പ് തുടക്കം മുതലേ തട്ടിപ്പ് തന്നെയായിരുന്നു. എന്റെ ഭർത്താവായിരുന്ന ജയശങ്കർ അതിന്റെ ഭാഗമായിരുന്നു. ശിവശങ്കർ സാർ അതിന്റെ ചെയർമാനായിരുന്നു. എല്ലാം ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പിണറായി വിജയൻ സാറിന്റെ അറിവോടെ നടന്നതാണ്. കോടികളുടെ അഴിമതി ഇതിലും ഉണ്ട്. താങ്ക് യു. അല്ല, ഈ ഇത്തരത്തിൽ ഈ SRIT കമ്പനി അടക്കം ഇപ്പോൾ ഒരുപാട് വിവാദമായ പദ്ധതികൾക്ക് വേണ്ടിയുള്ള കമ്പനിയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇടപാടുകളിലും ഇത്തരം കമ്പനികൾ ബിനാമികളായി പ്രവർത്തിക്കുന്നെന്നാണോ സ്വപ്ന പറയുന്നത്? SRITയും ബെല്ലും എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനീസിന്റെ മീറ്റിംഗ്സും ഞാനിരിക്കുന്ന ഫ്ലോറിലെ KSITIL ജയശങ്കർ എന്ന് പറയുന്ന MDയുടെ മുന്നിൽ വെച്ചാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ വിനോദ് അവിടുത്തെ പാളിച്ചകളെല്ലാം വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. വിനോദിന് സമയത്ത് വിഷൻ ടെക്നോളജിന്ന് ശമ്പളം കിട്ടാതെ വരുമ്പോൾ he used to come and complain to me because he was the only employee of Vision Technology on behalf of K-Phone. അന്നേരം തുടങ്ങിയില്ലെന്നെങ്കിലും പറയായിരുന്നു. പക്ഷെ ഈ വിനോദിനെ പിടിച്ച് ചോദ്യം ചെയ്യുകയോ, അഫ്കോഴ്സ് ഇവരുടെ അന്വേഷണ ഏജൻസികൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെത് പിണറായി വിജയൻ എന്ന് പറയുന്ന സാറിൻ്റെതാണല്ലോ. അതുകൊണ്ട് ജയശങ്കർ ശങ്കരനാരായണ പിള്ളെ എന്ന് പറയുന്ന എന്റെ മകന്റെ അച്ഛനെയോ അല്ലെങ്കിൽ വിനോദിനെയോ അല്ലെങ്കിൽ SRITയിലെ പല ഉന്നതരെയോ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അവരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പൊസിഷൻ എന്താണ്, അവരെത്രത്തോളം ആപത്തിലാണ്, എത്രത്തോളം ചതിക്കപ്പെട്ടു എന്നെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. അല്ല സ്വപ്ന, ഈ ഇത്തരത്തിൽ ഒരു കമ്പനി തന്നെ ഈ എല്ലാ സർക്കാർ കരാറുകളിലേക്കും എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ഈ കമ്പനി തന്നെ എല്ലാ ആരോപണങ്ങൾക്ക് പിന്നിൽ ഈ കമ്പനിയുടെ സാഹചര്യം വ്യക്തിയെ ചെയർമാനായിട്ട് ഇരുത്തിക്കൊണ്ട് ഓണറബിൾ ചീഫ് പദ്ധതിയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുമ്പോ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ശിവശങ്കർ സാർ എന്തിനൊക്കെ ഉത്തരവാദിയാണെന്ന് ഇനിയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അന്വേഷണ ഏജൻസികൾ? എനിവേ, ഐ ഹാവ് നത്തിങ് ടു കമന്റ് ഓൺ ദാറ്റ് ബിക്കോസ് എന്തായാലും K-Phone എന്ന് പറഞ്ഞ 13 പ്രതിയല്ല. അതുകൊണ്ട് വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതെന്റെ വിഷയമല്ല. പക്ഷെ ഇത്രയൊക്കെ കേട്ടപ്പോ ഐ തോട്ട് ഐ ഷുഡ് പുട്ട് ഇൻ മൈ വേർഡ്. താങ്ക് യു വെരി മച്ച്. സ്വപ്ന സുരേഷാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, നേരത്തെ SRITയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പല വാർത്താ സമ്മേളനങ്ങളിലും K-Phoneലെ അഴിമതി സ്വപ്ന ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധ കൊടുത്തില്ല ആരും. പക്ഷെ ഇപ്പോൾ അതിന് കൃത്യമായ സമയമാണെന്ന് സ്വപ്ന പറയുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും? അരുൺ. രഞ്ജിത്ത്, തീർച്ചയായും സ്വപ്ന സുരേഷിന്റെ ഈ ആരോപണം K-Phone സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ 2 ദിവസമായി പ്രതിപക്ഷ നേതാവ് K-Phoneൽ ഓരോ കാര്യങ്ങളായി അഴിമതി ആരോപണങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. K-Phone കേബിൾ വാങ്ങിയതടക്കം ചൈനീസ് കമ്പനിയിൽ നിന്നടക്കം അത് ഗുണമേന്മയില്ലാത്ത കേബിളുകൾ എന്ന തരത്തിലുള്ള വിമർശനങ്ങളടക്കം ഉയർന്നു വരുന്നു. K-Phoneമായി ബന്ധപ്പെട്ട് സർക്കാർ അവതരിപ്പിക്കുന്ന കണക്കുകൾ തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്ന ആരോപണം ഉയരുന്നു. K-Phone തട്ടിപ്പെന്ന പൊതുവിൽ
പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അത് ഉദ്ഘാടന ചടങ്ങ് പോലും ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് സ്വപ്ന സുരേഷിന്റെ ആരോപണം എന്നതുകൂടി വളരെ പ്രസക്തമാണ്. സ്വാഭാവികമായും സർക്കാർ ഇതിന് മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രി കേരളത്തിലില്ലാത്ത ഒരു സമയത്ത് കൂടി ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്നു. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം, അതിന് തൊട്ടു പിന്നാലെ ഇത്തരമൊരു ആരോപണം സ്വപ്ന ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് സർക്കാരിനെ ഉദ്യോഗസ്ഥപ്പെടുത്തുമെന്ന ഉറപ്പാണ്. സ്വപ്ന തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാം, തെളിവുകൾ കൂടി തന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പുറത്തുവിടുമെന്ന് കൂടി വ്യക്തമായിക്കൊണ്ടാണ് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിക്കുന്നത്. പേ ഫോൺ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായി, സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായി പിണറായി സർക്കാർ അവതരിപ്പിക്കുമ്പോഴും അതിനെ ചുറ്റിപ്പറ്റി നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ പുറത്തു വരുന്നു. നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനോ അതിനെ ന്യായീകരിക്കാൻ തക്ക തെളിവുകൾ നിർത്താനോ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ ഈ ആരോപണവും ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളും ഈ കേസുകളുമായി ബന്ധപ്പെട്ട പൊതുവിലുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. വിനോദ് കൂടി ഉണ്ട്. വിനോദ്, നേരത്തെ സ്വപ്ന സുരേഷ് എത്രയോ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതിനൊന്നും കൃത്യമായി മറുപടി പറയാനോ സ്വപ്നയെ പ്രതിരോധിക്കാനോ പലതവണ മാനനഷ്ട കേസ് കൊടുക്കണമെന്ന് വെല്ലുവിളിച്ചിട്ട് തയ്യാറാവാനോ മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ വിഷയങ്ങളൊന്നും ഇടപെട്ടിരുന്നില്ല. ഇപ്പോൾ കെ ഫോണുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ സ്വപ്നയ്ക്ക് ചോദിക്കാനുണ്ടായി. ഇവിടെയും സർക്കാർ വീണ്ടും പ്രതിരോധത്തിലാവുകയല്ലേ? പ്രതിപക്ഷത്തിനൊപ്പം സ്വപ്ന കൂടി ചേരുമ്പോൾ കെ ഫോൺ ആരോപണങ്ങൾ ഏത് തരത്തിൽ സർക്കാരിന് കൈകാര്യം ചെയ്യാനാവും? അറിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SRIT എന്ന കമ്പനി എങ്ങനെയാണ് സർക്കാരിന്റെ മേജർ പ്രോജക്റ്റുകളിൽ കരാർ കമ്പനിയായി വരുന്നതെന്ന പ്രസക്തമായ ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഇപ്പോൾ ക്യാമറകൾ വെച്ച AI ക്യാമറകൾ വെച്ചപ്പോൾ അതിന്റെ കരാറുകാരായി SRIT വരുന്നു. അതോടൊപ്പം തന്നെ കെ ഫോണിന്റെ കരാറുകാരായും ഇതേ കമ്പനി തന്നെ വരുന്നു. അതായത് വലിയ ചിലവ് വരുന്ന സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളിൽ അതിന്റെ കരാർ കമ്പനിയായി ഒരേ സ്ഥാപനം വരുന്നതിലാണ് ഇങ്ങനെ ഒരു സംശയം വരുന്നത്. മാത്രവുമല്ല, സ്വപ്ന സുരേഷ് ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യം അവരുടെ ആദ്യ ഭർത്താവ് ജയശങ്കർ സ്വപ്ന സ്പേസ് പാർക്കിൽ ജോലി ഉള്ളപ്പോൾ തന്നെ ജയശങ്കറിന് വേണ്ടിയുള്ള നിയമനത്തിന് വേണ്ടിയുള്ള ഇടപെടലും നടത്തിയിരുന്നു. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ടുപേർക്കും ജോലി എന്ന നിലയ്ക്കാണ് ആ ധാരണ അനുസരിച്ചാണ് കെ ഫോണിലേക്ക് ജയശങ്കർ വരുന്നത്. ജയശങ്കറിന് കെ ഫോണിലെ നിയമനം, അതോടൊപ്പം സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിലെ നിയമനം. അവിടെ ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന കമ്പനി, അതാണ് നിയമന ഏജൻസിയായി ഇവർ തന്നെ രൂപീകരിച്ചതെന്ന് ആരോപണം ഉയർന്ന കമ്പനി, ആ കമ്പനി വഴിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു തുടങ്ങി നിരവധിയായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ വിനോദ് എന്ന് പറയുന്ന മറ്റൊരാളെ കുറിച്ചുള്ള ഒരു പരാമർശം. മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ VS ശിവകുമാറിന്റെ ബന്ധുവാണ് വിനോദിന്റെ ഇതിലെ ഇടപെടൽ എന്താണ് എന്ന ചോദ്യം സ്വപ്ന ഉയർത്തുന്നുണ്ട്. ഇത് ആദ്യമായല്ല. കെ ഫോണിന്റെ കാര്യത്തിൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയം മുതൽ തന്നെ ഈ കെ ഫോൺ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏതായിരുന്നാലും ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള അല്ല ഈ പദ്ധതിയുടെ നടത്തിപ്പ് എന്നതാണ്. പ്രധാനമായും ഇതിന്റെ കേബിളുകൾ അതിന്റെ കൃത്യമായി മാർഗനിർദ്ദേശ പ്രകാരമുള്ള തരത്തിലുള്ള ചൈനീസ് കേബിളുകളാണ് ഉപയോഗിച്ചതെന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് ഉയർന്നു വരുന്നു. ഇതിന്റെ സുതാര്യതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമായി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരേ കമ്പനി തന്നെ വിവിധ പദ്ധതികളുടെ കരാർ കമ്പനിയായി വരുന്നത് എങ്ങനെയെന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ സർക്കാർ കൃത്യമായും മറുപടി പറയേണ്ടി വരും. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടരെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും അതിനൊരു നിയമപരമായ നടപടിയിലേക്ക് പോയിട്ടുണ്ടോ എന്നതാണ്. അവിടെ MV ഗോവിന്ദൻ മാത്രമാണ് മാനനഷ്ടം എന്ന കാര്യവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റൊരു കാര്യത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ CPM-ന്റെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു നിയമപരമായ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അമേരിക്കൻ സന്ദർശനത്തിലാണ്. ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം കൂടി ഉയർന്നു വരുന്നത്. ഏതായിരുന്നാലും അടുത്ത ദിവസങ്ങളിൽ CPM നേതാക്കളും മന്ത്രിമാരും ഏത് നിലയ്ക്കാകും ഈ വിഷയത്തെ സമീപിക്കുക എന്നത് ഏറെ പ്രസക്തമാണ്. രഞ്ജിത്ത്, അതായത് അരുൺ, ഈ പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ കെ ഫോൺ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ്, നമുക്കറിയാം കെ ഫോൺ. അവിടെ ഇന്ന് ചൈനീസ് കേബിളുമായി ബന്ധപ്പെട്ട ആരോപണം വന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. നാളെയും സമാനമായി തന്നെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ആ സാഹചര്യത്തിലാണ് സ്വപ്ന സുരേഷ് എന്ന
അതിശക്തിയായ വനിത ഇത്തരത്തിൽ സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നത്. അപ്പോൾ കെ ഫോണിൽ സർക്കാരിന് മറുപടി പറയാതിരിക്കുക അല്ലെങ്കിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം വീണ്ടും ഒരുങ്ങുകയാണ്. അരുൺ, അരുണിലേക്ക് വരാം. വിനോദ്, ഈ പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഈ സമീപകാല സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം വലിയ ആക്ഷേപങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ വിഷയം, AI ക്യാമറ വിഷയമായാലും കെ ഫോൺ ആയാലും സർക്കാർ കൊട്ടിക്കൊഴിച്ച പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും അതിലൊക്കെ ഈ അഴിമതിയുടെ മണമുണ്ട്, ചില കമ്പനികളുടെ സാന്നിധ്യമുണ്ട്. നാളെയും വീണ്ടും പ്രതിപക്ഷം പുതിയ ആരോപണമായി വരാം. അവിടെയാണ് ഈ സ്വപ്നയുടെ ഈ ഇമെയിലിന്, സ്വപ്നയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പ്രസക്തിയേറുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിലൂടെയും പല തവണയായി സ്വപ്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ അവരുടെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും കെ ഫോൺ പദ്ധതി എന്നത് അവർ ഉന്നയിക്കുന്നത് നേരത്തെ അവർ ഉന്നയിച്ച അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവർ ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെടുന്നതല്ലെങ്കിൽ കൂടി ഇത്ര വലിയ കാര്യമായി കൊട്ടിഘോഷിച്ച് നടപ്പാക്കുമ്പോൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഒരേ കമ്പനി തന്നെ ഒരേ സ്വകാര്യ കമ്പനി പല പദ്ധതികൾ, സർക്കാരിന്റെ വൻകിട പദ്ധതികളുടെ കരാർ ഏറ്റെടുത്ത് വരുന്നതെന്ന സംശയമാണ് അവർ ഉന്നയിക്കുന്നത്, പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ജയശങ്കറിന്റെ റോൾ എങ്ങനെയാണ് കെ ഫോണിന്റെ ആദ്യ സമയത്ത് ജയശങ്കറിന് ഇവിടേക്ക് പ്രവേശനം ലഭിച്ചത്, അവിടെയാണ് ശിവശങ്കറിന്റെ ഇടപെടൽ. മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടി നടന്ന ഇടപാടുകളാണ്. അവിടെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ തന്നെയാണ് സ്വപ്ന ലക്ഷ്യം വയ്ക്കുന്നത്. കുടുംബാംഗങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു ബിസിനസ് താല്പര്യം എന്ന നിലയ്ക്ക് തന്നെയാണ് സ്വപ്ന ആരോപണം ഉന്നയിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ, കേരളത്തിലെ അന്വേഷണ ഏജൻസികളാണെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഏജൻസികൾ ഏത് നിലയ്ക്ക് ഈ അന്വേഷണം നടത്തും. അതേസമയം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, വിവിധ ഏജൻസികൾ ഇപ്പോൾ തന്നെ ഈ പലവിധ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ശിവശങ്കർ ആകട്ടെ ഇപ്പോഴും ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യവുമുണ്ട്. അവിടെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന ഒരു ചോദ്യം കൂടി ഉയരേണ്ടതാണ്. സ്വാഭാവികമായും തെളിവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ശക്തമായി മുന്നോട്ട് പോകാവുന്നതാണ്. അത്തരം ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ സമഗ്രമായ തെളിവുകൾ ശേഖരിക്കുന്നതിന്, അങ്ങനെ തെളിവുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് കേന്ദ്ര ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം കൂടി ബാക്കിയാവുന്നുണ്ട്. ആരോപണങ്ങൾ മാത്രമായി അവശേഷിക്കുമോ, അതല്ല ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായിരുന്നാലും പ്രതിപക്ഷം ഈ ഇടപാടുകളിലെല്ലാം കൃത്യമായ അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യയുടെ പിതാവ് അടക്കമുള്ള ആളുകൾ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന ആരോപണം തന്നെയാണ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷത്തു നിന്ന് ഉന്നയിക്കുന്നത്. BJPയുടെ ഭാഗത്തു നിന്നും മറിച്ചൊരു നിലപാടല്ല. കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഈ ഒരു ആരോപണം തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഏതായിരുന്നാലും ഇത്തരമുള്ള ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒന്നിനു പിറകെ ഒന്നായി വലിയ തുകകൾ ചിലവഴിച്ചുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൽ അഴിമതി ആരോപണം സർക്കാർ നേരിടേണ്ടി വരുന്നു എന്നത് വസ്തുത തന്നെയാണ്. ുന്നുണ്ടോ എന്ന കാര്യം സർക്കാർ വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ സ്വപ്ന സുരേഷ് ഈ വിഷയത്തിൽ ന്യൂസ് 18 പ്രതികരിച്ചിരുന്നു. സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചാ വിഷയമായത്. മുഖ്യമന്ത്രിയോട് സ്വപ്ന ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. സ്വപ്നയുടെ പ്രതികരണത്തിലേക്ക്. സ്വപ്ന സുരേഷ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പല പത്രസമ്മേളനത്തിൽ കെ ഫോൺ മുതൽ പല കാര്യങ്ങൾ, KRL കെ ഫോൺ ആയാലും ഒരുപാട് കാര്യങ്ങളിൽ I already spoke to everyone. Well, K phone I will specifically say because my ex-husband Jayashankar Shankara Narayana Pillai, who hails from Kollam, was appointed by Shivashankar sir as a logistics manager, work from home, who would be getting a salary of 35,000 rupees. When I went to KSITIL on behalf of PwC and Vision Technology to work for Safe Park, I had a colleague from Vision Technology, which was Mr. Vinod from Edaparini, and he happened to tell me that he is supposed to be the cousin for Shivakumar, then MLA for Congress. So we both were working for Vision Technology. We don't even have a clue ee Vision Technology endananu, but PwC had appointed us on the word of Shivashankar sir
with the consent of Pinarayi Vijayan sir. So K-Phone മൊത്തം തട്ടിപ്പാണെന്നും അതിന്റെ കേബിൾസ് വരുമ്പോഴത്തേക്കും അത് സ്റ്റോർ ചെയ്യാൻ പലയിടത്തും അതിന് നുക്സ് വേണം, അതിന് സ്റ്റോറേജ് വേണം എന്നും പറഞ്ഞ് ശിവശങ്കർ സർ സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ബിൽഡർ ആയ സന്തോഷ് ഈപ്പന് എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുന്ന ചാറ്റ്സ് അടക്കം എന്റെ കയ്യിലുണ്ട്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ഓൾറെഡി സെഡ് ദിസ്. ഇതൊരു പുതിയ വാർത്തയല്ല, ഞാൻ ഓൾറെഡി ഇത് പല പ്രാവശ്യവും മാധ്യമങ്ങളിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് K-Phone ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ആരും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. So I thought now when K-Phone is coming into picture, I should remind the people of Kerala once more that everything is done by the Honorable Chief Minister and every paddhati by them, avarude sarkar irikkunna samayathu every paddhati should be named after K Veena, K Vijayan, K-Phone, K-Rail, K-Space Park, everything. Smuggling മുതൽ അങ്ങ് അറ്റം വരെയുള്ള എല്ലാത്തിനും പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. ആൻഡ് K-Phone പദ്ധതിയിൽ ജയശങ്കർ ശങ്കരനാരായണ പിള്ളை hailing from Chandanathope. He was employed. He was getting salary from SRIT. And recently I happened to meet one of the gentlemen from SRIT and he was telling me that he was taken for a complete ride by the Kerala government. He's based out of Bangalore. I would not like to take his name without his permission. So, ഇതാണ് K-Phone. K-Phone എന്ന തട്ടിപ്പ് തുടക്കം മുതലേ തട്ടിപ്പ് തന്നെയായിരുന്നു. എന്റെ ഭർത്താവായിരുന്ന ജയശങ്കർ അതിന്റെ ഭാഗമായിരുന്നു. ശിവശങ്കർ സാർ അതിന്റെ ചെയർമാൻ ആയിരുന്നു. എല്ലാം ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പിണറായി വിജയൻ സാറിന്റെ അറിവോടെ നടന്നതാണ്. കോടികളുടെ അഴിമതി ഇതിലും ഉണ്ട്. താങ്ക് യു. അല്ല, ഈ ഇത്തരത്തിൽ ഈ SRIT കമ്പനി അടക്കം ഇപ്പോൾ ഒരുപാട് വിവാദമായ പദ്ധതികൾക്ക് പിന്നിലുള്ള കമ്പനിയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇടപാടുകളിലും ഇത്തരം കമ്പനികൾ ബിനാമികളായി പ്രവർത്തിക്കുന്നെന്നാണോ സ്വപ്ന പറയുന്നത്? SRITയും ബെല്ലും എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനീസിന്റെ മീറ്റിംഗ്സും ഞാനിരിക്കുന്ന ഫ്ലോറിൽ KSITIL ജയശങ്കർ എന്ന് പറയുന്ന MDയുടെ മുന്നിൽ വെച്ചാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ വിനോദ് അവിടുത്തെ പാളിച്ചകളെല്ലാം വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. വിനോദിന് സമയത്ത് വിഷൻ ടെക്നോളജിന്ന് ശമ്പളം കിട്ടാതെ വരുമ്പോൾ he used to come and complain to me because he was the only employee of Vision Technology on behalf of K-Phone. അന്നേരം തുടങ്ങിയില്ലെന്നെങ്കിലും പറയായിരുന്നു. പക്ഷെ ഈ വിനോദിനെ പിടിച്ച് ചോദ്യം ചെയ്യുകയോ, അഫ്കോഴ്സ് ഇവരുടെ അന്വേഷണ ഏജൻസികൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെത് പിണറായി വിജയൻ എന്ന് പറയുന്ന സാറിൻ്റെതാണല്ലോ. അതുകൊണ്ട് ജയശങ്കർ ശങ്കരനാരായണ പിള്ളை എന്ന് പറയുന്ന എന്റെ മകന്റെ അച്ഛനെയോ അല്ലെങ്കിൽ വിനോദിനെയോ അല്ലെങ്കിൽ SRITയിലെ പല ഉന്നതരെയോ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അവരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പൊസിഷൻ എന്താണ്, അവരെത്രത്തോളം ആപത്തിലാണ്, എത്രത്തോളം ചതിക്കപ്പെട്ടു എന്നെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. അല്ല സ്വപ്ന, ഈ ഇത്തരത്തിൽ ഒരു കമ്പനി തന്നെ ഈ എല്ലാ സർക്കാർ കരാറുകളിലേക്കും എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ഈ കമ്പനി തന്നെ എല്ലാ ആരോപണങ്ങൾക്ക് പിന്നിൽ ഈ കമ്പനിയുടെ സാഹചര്യം വ്യക്തിയെ ചെയർമാനായിട്ട് ഇരുത്തിക്കൊണ്ട് ഓണറബിൾ ചീഫ് പദ്ധതിയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുമ്പോ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ശിവശങ്കർ സാർ എന്തിനൊക്കെ ഉത്തരവാദിയാണെന്ന് ഇനിയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അന്വേഷണ ഏജൻസികൾ? എനിവേ, ഐ ഹാവ് നത്തിങ് ടു കമന്റ് ഓൺ ദാറ്റ് ബിക്കോസ് എന്തായാലും K-Phone എന്ന് പറഞ്ഞ പദ്ധതിയൊന്നും പ്രതിയല്ല. അതുകൊണ്ട് വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നതേ ഉള്ളൂ. ഇതെന്റെ വിഷയമല്ല. പക്ഷെ ഇത്രയൊക്കെ കേട്ടപ്പോ ഐ തോട്ട് ഐ ഷുഡ് പുട്ട് ഇൻ മൈ വേർഡ്. താങ്ക് യു വെരി മച്ച്. സ്വപ്ന സുരേഷാണ് ന്യൂസ് 18നോട് സംസാരിച്ചത്. വിനോദ് അതാണ് ഇപ്പോഴും കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പറഞ്ഞു വെക്കുകയാണ് സ്വപ്ന. അതിന് ഉപോത്ബലകമായ തെളിവുകളും അവർ പറയുന്നു. ഇത് സർക്കാരിന് ഈ സ്വപ്നയുടെ പല വിഷയങ്ങളിലും മറുപടി പറയുന്നില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഇത് K-Phoneുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം സ്വപ്നയും കൂടി ചേരുകയാണ്.
രഞ്ജിത്ത്, നേരത്തെ തന്നെ അതായത് സ്വപ്ന പറയുന്നത്, സ്വപ്നയുടെ നിലപാട് താൻ കുറ്റക്കാരി എങ്കിൽ അത് ആ ശിക്ഷ വാങ്ങാൻ താൻ തയ്യാറാണ്. പക്ഷേ ഈ ആകെ നടന്ന കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണം. ആരുടെയൊക്കെ ഇടപെടലുണ്ടായി, തനിക്ക് മാത്രം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ അങ്ങനെ അഴിമതി നടത്തി എന്ന ആരോപണം ഉണ്ടെങ്കിൽ അത് താൻ ഒരാൾ വിചാരിച്ചാൽ ഒരു സർക്കാരിന്റെ ഭാഗമായി ഇങ്ങനെ അഴിമതികളിലേക്ക് പോകാൻ കഴിയുമോ, അങ്ങനെ വലിയ ഇടപാടുകൾ നടത്താൻ കഴിയുമോ, താനൊരു ഇര മാത്രമായിരുന്നു, ടൂൾ മാത്രമായിരുന്നു എന്നാണ് ആദ്യഘട്ടം മുതൽ സ്വപ്നയുടെ വാദം. ഏതായിരുന്നാലും തന്നെ ഇവിടെ നിയമിച്ചവരുണ്ട്, ഇടപെടലുകൾ നടത്തിയവരുണ്ട്, വലിയ സാമ്പത്തികമായ ഇടപെടലുകൾ പല പദ്ധതികളുമായി നടന്നിട്ടുണ്ട് എന്ന കാര്യമൊക്കെയും ആദ്യം മുതൽ തന്നെ സ്വപ്ന വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഈ അന്വേഷണ ഏജൻസികളുടെ പ്രസക്തി വരുന്നത്. സ്വാഭാവികമായും അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ, അങ്ങനെയുള്ള രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ, അത് സ്റ്റേറ്റ് ഏജൻസി അവർ ആരോപിക്കുന്നത് പോലെ ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ ഏജൻസി ആകുമ്പോൾ അങ്ങനെ ഒരു സംസ്ഥാന ഭരണം അഴിമതി ആരോപണം നേരിടുമ്പോൾ അങ്ങനെ കൃത്യമായ പരിശോധന ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ കേന്ദ്ര ഏജൻസികൾ, നിരവധിയായ കേന്ദ്ര ഏജൻസികൾ ഈ കേസുകളിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. അവർക്ക് കൃത്യമായി ഈ തെളിവുകൾ ശേഖരിക്കാനും അങ്ങനെ അത് സമാഹരിച്ച് കോടതിയിൽ മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏതായിരുന്നാലും ശിവശങ്കർ ഇപ്പോഴും ജയിലിൽ തുടരുന്നുണ്ട്. ഇതിന്റെ പ്രധാന സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് കോടതി നിഷേധിക്കുകയാണ്. അത് കേന്ദ്ര ഏജൻസികളുടെ തുടർച്ചയായുള്ള വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ജാമ്യം നൽകാതിരിക്കാനുള്ള കോടതി നടപടികൾ ഉണ്ടാകുന്നത്. ഇവിടെ സ്വപ്ന പ്രധാനമായും ചോദിക്കുന്നത് കെ ഫോണിന്റെ ചെയർമാൻ ആരാണ് ഇതിന്റെ തലപ്പത്തുള്ള ആൾ. ജയശങ്കർ, അതായത് അവരുടെ ആദ്യ ഭർത്താവ്, എങ്ങനെ കെ ഫോണിലേക്ക് എത്തി, അവിടെ ജയശങ്കറിന് ലഭിച്ച നിയമനം ഏത് വിധത്തിലായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടെന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് സ്വപ്ന ഉന്നയിക്കുന്നത്. അവിടെ ശിവശങ്കറിന്റെ ഇടപെടൽ, ശിവശങ്കർ മുഴുവൻ ചരടുവലികളും നടത്തുന്നു, അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എന്ന ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പമാണ് ചേർത്ത് വായിക്കേണ്ടത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസവും രേഖകൾ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് മാനദണ്ഡങ്ങൾ പാലിക്കാതുള്ള ഒരു പദ്ധതി നിർവഹണമാണ്. കാരണം ഈ കേബിളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലിക്കേണ്ട നിബന്ധനയുണ്ട്. ഇതൊന്നും പാലിക്കാതെ ചൈനീസ് കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നുവെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. മറ്റൊന്ന് വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്വപ്ന സുരേഷ്, വലിയ വിമർശനം ഇപ്പോൾ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. മധുവിധവും ബെല്ലി ഡാൻസും ആസ്വദിക്കുന്നതിന് പകരം വാതുറക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് സ്വപ്ന ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാനമധ്യയായ കെ ഫോണിനെതിരെ കടുത്ത വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. കെ ഫോണിന്റെ ചെയർമാൻ ആരായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് സ്വപ്ന ആവശ്യപ്പെട്ടു. ഇപ്പോഴെങ്കിലും മുഖ്യമന്ത്രി വാതുറക്കണം. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നം വേണമെന്ന ടെൻഡർ വ്യവസ്ഥ ലംഘിച്ച കെ ഫോൺ പദ്ധതിയിൽ ഉപയോഗിച്ചത് ചൈനീസ് കേബിളാണെന്ന വിവരം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ ഫോൺ ആരായിരുന്നു ചെയർമാൻ, $1 മില്യൺ ചോദ്യമാണിത് എന്ന് മുഖ്യമന്ത്രിയോട് സ്വപ്ന ചോദിക്കുന്നത്. എൻ്റെ മുൻ ഭർത്താവ് ജയശങ്കർ ലോജിസ്റ്റിക്സ് മാനേജരായി ഇതിൽ ജോലി ചെയ്തിരുന്നു. എന്നെപ്പോലെ തന്നെ വിനോദ് എന്നയാളും കെ ഫോണിന് വേണ്ടി PWCയിൽ ജോലി ചെയ്തിരുന്നു. ആരാണ് വിനോദ്? കോൺഗ്രസ് നേതാവ് VS ശിവകുമാറിൻ്റെ ബന്ധുവാണ് ഇദ്ദേഹം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PV നിയമിച്ച PWCയിലെ ജോലിക്കാരാണ് ഞങ്ങൾ. ഈ വിഷയം നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ട്. മധുവിധവും പ്രീപെയ്ഡ് ഡിന്നർ നൈറ്റും ബെല്ലി ഡാൻസും ആസ്വദിക്കുന്നതിന് പകരം ഇപ്പോഴെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദയവായി വായ തുറക്കണം എന്നാണ് സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. ഇനി ഗൾഫ് 18 കാണാം. നമസ്കാരം.